മക്കളെ, സ്നേഹാവസ് ആണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഹിന്ദിനെ കുറിച്ചിട്ടല്ല പറയാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ സാധനത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. സ്പെഷ്യലോ? അതിപ്പോ എന്താ സ്പെഷ്യൽ? അതെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ചിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പവർ ബാച്ച്. ചിലപ്പോൾ ഈ പവർ ബാച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ പവർ ബാച്ച് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം സ്കിപ്പ് അടിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ പോകും. പക്ഷെ ഒരു 2 മിനിറ്റ്, ചിലപ്പോൾ ഒരു 3 മിനിറ്റ് എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. പവർ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ അസ്ത്ര ബാച്ചിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇത് മക്കൾക്ക് അറിയാം, കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മൾ തന്നെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പവർ ബാച്ചും നമ്മുടെ അസ്ത്ര, സാധാരണ നമ്മുടെ അസ്ത്രയുടെ ബാച്ചും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പം എന്തിനാ ഇപ്പം ഞാൻ പവർ ബാച്ചിൽ ഇപ്പം ചേർന്നിട്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് മക്കൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള മക്കൾ ശ്രദ്ധിച്ച് ഇത് കേട്ടോളാം. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ബാച്ച് തുടങ്ങുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞുതരാം. തുടങ്ങുന്നതല്ല, ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഓൺലൈൻ ട്യൂഷനാണ് മക്കൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനാണ് ഇഷ്ടം, ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം. അതായത് എന്നെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഞാൻ പഠിക്കത്തില്ല. അങ്ങനെ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ പവർ ബാച്ച് എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ അസ്ത്ര ബാച്ചിൽ നിന്ന്. ഇപ്പോൾ പവർ ബാച്ചിന് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കൊമ്പുണ്ട്. 1, 2, 3 ഒരുപാട് കൊമ്പുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വ്യത്യാസം നമ്മുടെ പവർ ബാച്ചിന് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലിയർ ആക്കാം. ഇനിയിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മനസ്സിൽ അതങ്ങ് നല്ല പൂർത്തീകരിക്കാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ അസ്ത്ര ബാച്ചിനെക്കാളും കുറച്ചുകൂടി എന്താണ്, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ എന്തുകൊണ്ടും വളരെ നല്ലത് നമ്മുടെ പവർ ബാച്ച് തന്നെയാണ് കേട്ടോ. ഓക്കെ, സാധാരണ നിങ്ങൾ കാണുന്നത് പോലെ, നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ കാണുന്നത് പോലെ ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. അത് നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ എന്തായിട്ട് മാറും, റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് മാറും. ഏത് കാലത്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിൽ മാർച്ച് വരെ നിങ്ങളുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടാവും. നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ ദിവസം വരെ എന്തുണ്ടാവും, ഇതുണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, അതൊന്ന്. പിന്നെ റെക്കോർഡഡ് ക്ലാസ് പറഞ്ഞു. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ സൈലം എന്താണ്, സൈലം നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ, നല്ല ടീച്ചേഴ്സ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ, അതിലൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ നോട്ട്സ്, ഇപ്പൊ ഹിന്ദിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ നമ്മുടെ ലാംഗ്വേജിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നോട്ട്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രോപ്പർ നോട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ടാവും, നമ്മുടെ DPP സെക്ഷനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇതൊക്കെ മിസ്സേ അസ്ത്ര ബാച്ചിലും ഉണ്ടല്ലോ. പക്ഷെ ഈ പവർ ബാച്ചിന് എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ് വ്യത്യാസം. നമ്മളിപ്പോൾ അസ്ത്ര ബാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഒറ്റ ടൈം നമ്മൾ ഒരു 1000കണക്കിന് കുട്ടികളായിരിക്കും അത് കാണുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ പവർ ബാച്ചിൽ എന്തായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണുള്ളൂ. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമേ അത് കാണത്തുള്ളൂ. നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ടീച്ചർ, അതായത് ഒരു ഗൂഗിൾ മീറ്റ് പോലത്തെ ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പവർ ബാച്ചിലുള്ളത്. അപ്പോൾ സാധാരണ ആപ്പ് പോലെയല്ല, നമ്മൾ ഗൂഗിൾ മീറ്റ് പോലത്തെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഥവാ ഒരു ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കാം, ഓഡിയോ ഓണാക്കാം, എന്ത് ചെയ്യാം, ടീച്ചറിനോട് ഡയറക്റ്റ് അങ്ങ് ചോദിക്കാടാ. അതായത് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചറിനോട് എന്ത് ചെയ്യാം, നിനക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങ് ചോദിക്കാൻ വേണ്ടി പറ്റും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത് പവർ ബാച്ചിലുള്ളത്. അപ്പൊ ഓഫ്ലൈൻ ട്യൂഷനും ഓൺലൈൻ ട്യൂഷനും മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, മെന്റർഷിപ്പ്. അപ്പം നിങ്ങൾക്കിപ്പം നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മെന്റർഷിപ്പിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അറ്റൻഡൻസ്, നമ്മുടെ കയറുന്നുണ്ടോ ഇല്ലേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. ഓക്കെ, 1, 2 നിങ്ങൾക്ക് കൂടുതൽ മെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റർമാരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് തരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കണക്ഷനും ഇവിടെ നടക്കും പവർ ബാച്ചിൽ. ഓഫ്ലൈൻ ട്യൂഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ പവർ ബാച്ച് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ ഡൗട്ട് ക്ലിയറൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പവർ ബാച്ച് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ഇപ്പോൾ 1.5 മണിക്കൂറിന്റെ ഒരു സെഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 1/2 മണിക്കൂർ മക്കൾക്ക് എന്തായിരിക്കും, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, എടാ ഒരു വീഡിയോ ഉണക്ക്, ഓഡിയോ ഉണക്കാം, സാറേ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അപ്പൊ തന്നെ അതിന്റെയും ക്ലിയർ ചെയ്ത് തരും. പിന്നെ അതും പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, വേറൊരു സംഭവം ഉണ്ട്, എന്താണ് AI ഗുരു. അതിപ്പോൾ നമ്മളെ എല്ലാവരും സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നതാണ് AI ഗുരു. ഇപ്പോൾ AI നിങ്ങളെ സഹായിക്കാറുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പവർ ബാച്ചിൽ. അപ്പം അതും നമ്മുടെ എന്താണ് പവർ ബാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടും.
ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യും എത്തിച്ചു തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഇപ്പോൾ മലയാളം മീഡിയം ആവട്ടെ ഇംഗ്ലീഷ് മീഡിയം ആവട്ടെ നമുക്ക് മെറ്റീരിയൽ ഫ്രീ ആയിരിക്കും. ഇവിടെ സൈലത്തിൻ്റെ എല്ലാം നമ്മുടെ എത്ര നിങ്ങൾക്ക് സബ്ജക്റ്റുകളുണ്ടോ അതിൻ്റെ ഒക്കെ എന്താണ് കൃത്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയണ്ടല്ലോ. അത്രയ്ക്കും നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനിയിപ്പോൾ പാരൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് അതുകൊണ്ട് നമ്മൾ പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടാവും. അതെന്താണ് നിങ്ങൾക്ക് പാരൻസിനുള്ള എന്തെങ്കിലും കൺസേൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒക്കെ അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പറയാം. പിന്നെ മക്കൾക്കും ഇരിക്കാം, മക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ അതും പ്രോപ്പറായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരും. അതായത് ഓഫ്ലൈനും ഓൺലൈനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പവർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എനിക്ക് വേണം, എനിക്ക് കുറച്ചുകൂടി ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് എനിക്ക് ക്ലാസ് പോകേണ്ടത്. അങ്ങനെയുള്ള മക്കൾക്ക് കൃത്യമായിട്ട് നമ്മുടെ പവർ ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേരാൻ പറ്റും. അപ്പോൾ പവർ ബാച്ചും അസ്ത്ര ബാച്ചും തമ്മിലുള്ള ഒരു അസ്ത്ര പവർ ബാച്ചും നമ്മുടെ സാധാരണ അസ്ത്ര ബാച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക. നമ്പർ മറന്നു പോകണ്ട, കാരണം നമ്മളുടെ സാധാരണ നമ്പർ അല്ല, 999 തുടങ്ങുന്ന നമ്പറല്ല, നമ്മൾ ഈ പവർ ബാച്ചിന് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നമ്പറാണ് വരുന്നത്. അപ്പോൾ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിക്കുക. ബാക്കി ഇത് മാത്രമല്ല നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വിളിക്കുക, അവരോട് ചോദിക്കുക, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പവർ ബാച്ച് എന്ന് പറയുന്നത് സാധാരണ ബാച്ചല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മക്കൾ വേഗം തന്നെ ചേരാം. ബൈ ബൈ.